അമിഗോസ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ഥിരം പരിപാടി കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ രാവിലെ എൻ്റെ ഇപ്പോൾ തൊട്ടേ അവൻ പറയുന്നുണ്ട് പുറത്തിരുന്ന് കളിക്കാം. അപ്പോൾ ഞങ്ങൾ ചോറും കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുപ്പുണ്ടാക്കാനുള്ള സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ തൊട്ടപ്പുറത്തുള്ളൊരു സ്ഥലത്ത് പോയി നമ്മൾ കുറച്ച് ചുള്ളിക്കമ്പ് ഒപ്പിക്കാൻ പോകാൻ കേട്ടോ. നമ്മുടെ പിന്നെ തൊട്ട് ഇപ്പുറത്തെ കോമ്പൗണ്ടാണിത്. അപ്പോൾ ഇത്തിരി കാടുള്ള കാരണം ഞാൻ ഈ സൈഡിൽ തന്നെ നിർത്തിയുള്ളൂ. ഞാൻ അവിടെ പോയി കുറച്ച് ചുള്ളിക്കമ്പൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ചുള്ളിക്കമ്പൊക്കെ കളക്ട് ചെയ്ത് വന്നു. ഇനിയിപ്പോൾ അടുപ്പുണ്ടാക്കാനായിട്ട് കുറച്ച് ഇഷ്ടിക അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ചു അടുപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവൻ സന്തോഷിക്കണമെങ്കിൽ നമുക്ക് സന്തോഷം. അപ്പോൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറും കറിയും വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുഞ്ഞൻ എല്ലാ കാലവും പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതത്ര എളുപ്പമുള്ള പണിയല്ലല്ലോ, ഇതൊന്ന് കത്ത് കിട്ടാനും. അപ്പോൾ അവനെടുത്ത് വെച്ചപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കലമൊക്കെ അടുപ്പത്ത് വെക്കുകയാണ്. ഇത് കത്തി കിട്ടാൻ ഭയങ്കര പാടാണ്. പെട്ടെന്ന് വിചാരിക്കണ അത്ര പെട്ടെന്ന് കലം ചൂടാവില്ല, വെള്ളം ചൂടാവില്ല, കുറേ സമയം എടുക്കും കേട്ടോ. അങ്ങനെ ഓരോന്നും ഞങ്ങൾ ഒതുക്കി പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് തുടങ്ങിയപ്പോൾ ആ ഇൻട്രസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ആൾക്കില്ല. കാരണം അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. ഒരു 10-11 മണിയായപ്പോഴാണ് ഞങ്ങൾ കളിക്കാനിരുന്ന് തുടങ്ങിയത്. അപ്പോൾ അവൻ ഓരോ കാര്യങ്ങൾ ഇതെന്താ അമ്മ ഇതെന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ച് തുടങ്ങി. അപ്പോൾ പിന്നെ കുഞ്ഞൻ തന്നെ പറഞ്ഞു ചോറ് വേണ്ട അമ്മ, കറി ചിക്കൻ മതി. അപ്പോൾ ഞങ്ങൾ ചിക്കൻ വറുക്കാനായിട്ടാണ് വിചാരിച്ചത്. അപ്പോൾ ചോറ് വെള്ളം തിളയ്ക്കാനൊക്കെ കുറേ സമയം എടുക്കും നാളെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവൻ പറഞ്ഞു ചോറ് വേണ്ട അമ്മ, കറി മാത്രം മതി, ചിക്കൻ മാത്രം വറുത്താൽ മതി. അവന് ചിക്കൻ എന്ന് പറയാൻ കിട്ടില്ല, ചിക്കു എന്നാണ് ഞങ്ങൾ പറയാറ് അവൻ്റെ ഭാഷയിൽ. അപ്പോൾ ഞങ്ങൾ അടുപ്പൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ ഹെൽപ്പറാണ്. അവൻ എല്ലാ കാര്യവും ഇതെടുത്താന്ന് പറഞ്ഞാൽ ആളെടുത്ത് തരും. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൂടാവാൻ അത്യാവശ്യം നല്ല സമയം വേണം, അത്യാവശ്യം നല്ല തീയും വേണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അന്ന് അതായത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ചോറും തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം. അത് നമ്മൾ വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്, ഒരു 5 മണിയൊക്കെ ആയപ്പോൾ. അപ്പോൾ അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഉച്ച സമയം കാരണം അങ്ങനെ അധികം കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞനിങ്ങനെ പറന്ന് നടക്കുകയാണ്. ഞാൻ ഓരോന്ന് എടുത്ത് തരാൻ പറയുമ്പോൾ ഓരോന്നൊക്കെ എടുത്ത് തന്നെ ഉണ്ടാൾ. അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ കളിക്കണത്, നമ്മുടെ കൂടെ ഇരുന്നാണെങ്കിലും. അപ്പോൾ ചട്ടിയൊക്കെ ചൂടാക്കാൻ വേണ്ടി നല്ല കാര്യമായിട്ടുള്ള വിറകൊക്കെ വെച്ച് കൊടുത്തു. തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എണ്ണ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ നേരത്തെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും. കുഞ്ഞിന് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇനി എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ നന്നായിട്ട് ഒച്ചയൊക്കെ ഇട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറേ സമയം എടുക്കും, എന്തായാലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത്യാവശ്യം കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്ക് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാലഡും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തക്കാളിയും സവാളയും ഉപ്പിട്ട് തൈര് ഒഴിച്ചു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോയി നോക്കി കുറേ നേരം കഴിഞ്ഞിട്ട് ചിക്കനൊന്ന് അത്യാവശ്യമായിട്ടുണ്ട്, മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറേ സമയം എടുത്തായിരുന്നു അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ നോക്കി നമ്മൾ. അപ്പോൾ ആവണേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിന് വിശന്ന് തുടങ്ങി, ആൾ കുറച്ച് ടെററായി തുടങ്ങി. പായ വിരിച്ചത് ഇരിക്കാനുള്ള പായലൊക്കെ ആൾ കിടപ്പായി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇതേപോലെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അവരുടെ കൂടെ ഇരുന്ന് കളിക്കാനും. വലുതാകുമ്പോൾ അവർക്ക് നല്ല ഓർമ്മകളായിരിക്കുമല്ലോ. അപ്പോൾ നല്ല കുത്തരി ചോറും സാലഡും പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ കുഞ്ഞടുപ്പിലുണ്ടാക്കിയ കുഞ്ഞ് ചിക്കൻ ഫ്രൈ. അപ്പോൾ നമുക്ക് നേരെ ഇനി കുഞ്ഞിനുണ്ടെന്ന് കൊടുക്കാം. അപ്പോൾ ആളെ ഞാൻ പുറത്ത് നേരത്തെ കൊണ്ടുവന്ന് സെറ്റാക്കി കുളിപ്പിച്ചൊക്കെ ഒന്ന് കൊണ്ടുവന്നിരുത്തി. കാരണം മണ്ണിലൊക്കെ കളിച്ച് ആകെ വേർത്ത് കുളിച്ചിരിക്കണം. അപ്പോൾ ആൾക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. അങ്ങനെ ഞാൻ ഫുഡും കൊണ്ടൊക്കെ വന്നപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരു കുഞ്ഞിലേക്ക് ഇട്ട് അവന് ചോറും എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ കുഞ്ഞൻ കഴിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ വാരി കൊടുക്കാൻ വിചാരിച്ചപ്പോൾ അവന് വാരി തന്നെ തൊട്ട് ഇഷ്ടമുള്ളൂ. അപ്പോൾ വേണ്ടമ്മ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് എനിക്കും വാരി തന്നു പോകാം. 5-6 പറ്റിയേ വായി പോയുള്ളൂ. പക്ഷെ എന്നാൽ അവനും സന്തോഷം എനിക്കും സന്തോഷം. അങ്ങനെ ചിക്കനൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ കളിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും കളിക്കണം കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവർ വലുതാകുമ്പോഴും ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം, അതൊക്കെയല്ലേ നമ്മുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. ബൈ ബൈ.